ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കോൺടാക്റ്റ് കുറവായിരിക്കാം. ഒരുപക്ഷെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേ എക്സ്പ്രസീവ് ആകണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഈ ഒരു റീഡിങ്ങിൽ വരാണെങ്കിൽ അതിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ദ ഡെവിൾ, 2 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 8 ഓഫ് സ്വാർഡ്സ്, 10 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഒരുപാട് ഒബ്സസീവാണ്. അവർക്ക് ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനാണ് നിങ്ങളെന്ന വ്യക്തിയോട്. കുറച്ച് കാലങ്ങൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും വാക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടു നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷനോ മിസ്ലീഡിങ്ങോ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നല്ലാതെ അവരിപ്പോൾ താൽക്കാലികമായി മാറി നിൽക്കുകയാണെങ്കിലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ടുള്ളൊരു ചിന്തയും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണ്. പരസ്പരം ഒരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ആയിട്ടുള്ളൊരു ലവ് ഉള്ള ഒരു ബന്ധമായിട്ടാണ്, എന്തുകൊണ്ടും ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർ ഈ ഒരു ബന്ധത്തിന് അവർക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ സമയമായിരിക്കാം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു കാര്യത്തിൽ അവർക്ക് സങ്കടമുണ്ട് ഇപ്പോൾ. അതൊരു പക്ഷേ അവർ ഒരുപാട് കൊടുത്തുപോയി തെറ്റുപറ്റി എന്നൊരു ഫീലിങ്സ് ആയിരിക്കാം അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ആ ഒരു കരുതലും കാര്യങ്ങളും ഈ ബന്ധത്തിൽ കൊടുക്കാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖമായിരിക്കാം. എന്തായാലും അവർക്കൊരു റിഗ്രറ്റ് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് ഈ പേഴ്സൺ ഒരുപാട് റൊമാൻറ്റിക് ആയ ഒരു പേഴ്സണാണ്. പക്ഷേ ആ വ്യക്തിക്ക് എങ്ങനെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം എന്നറിയില്ല. ഒരുപാട് സ്നേഹം മനസ്സിലുണ്ട്, പക്ഷെ അതെങ്ങനെ പ്രാവർത്തികമാക്കാം അല്ലെങ്കിൽ എങ്ങനെ മുന്നിലുള്ള വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ നിങ്ങളുടെ ഒരു പേഴ്സൺ. അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു സ്വയം ഒരു നെഗറ്റീവ് ചിന്തകളിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ സ്വയം ഒരു പരിമിതപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി വിട്ട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കുറവായിട്ട് സംസാരിക്കുന്ന പോലെ ഒരു രീതിയൊക്കെ അവർ കാണിക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭാവിയിൽ ഒരു ട്രാൻസ്ഫോർമേഷന് ഉള്ള സാധ്യതയുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ആവശ്യവും കാണുന്നുണ്ട് ഇവിടെ. ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മോട്ടീവൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ നിങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട്. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തീർക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.